നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. SF-720 സാറ്റലൈറ്റ് മീറ്ററിനെ കുറിച്ചിട്ടുള്ള വളരെ ചെറിയ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇത് SF-720 എന്ന മീറ്ററാണ്, സാറ്റലൈറ്റ് മീറ്ററാണ്. ഇത് നല്ലപോലെ ഞാൻ കവറിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിനു മുമ്പും ഇതേപോലെ കംപ്ലൈൻറ്റുകൾ ഇതിന് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്വിച്ച് നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഞാനിത് ഒരു പ്രാവശ്യം മാറ്റിയതാണ്. അതേപോലെ ഇതിൻ്റെ സൈസിലുള്ള സെയിം ടൈപ്പ് സ്വിച്ച് നമുക്ക് കിട്ടാനും ലോക്കൽ മാർക്കറ്റുകളിൽ ലഭിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ നാട്ടിൽ നിന്നും വാങ്ങിയത് ഇതാ ഈ രണ്ട് ടൈപ്പ് സ്വിച്ചാണ്. എന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് വലിപ്പം കൂടിയതാണ്, ഇതിനകത്ത് വരുന്ന കുറച്ച് വലിപ്പം കൂടിയൊരു സ്വിച്ചാണ്. അതേപോലെ അടുത്ത ചെറുത് വാങ്ങിയത് ഇതുപോലൊരു സ്വിച്ചാണ്. ഇത് റെഡ് കളറായിട്ടുള്ള ഒരു സ്വിച്ചാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇതിന് വരുന്ന സെയിം ടൈപ്പ് സ്വിച്ചല്ല ഇത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇത് എനിക്ക് കോഴിക്കോട് നിന്നും വാങ്ങിയിട്ട് അയച്ചതാണ്. ഞാൻ കാസർഗോഡാണ്, അപ്പോൾ എനിക്ക് ഇവിടെ ഇത് ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്വിച്ചാണ് ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ വളരെ എളുപ്പം നമുക്ക് ഈ സ്വിച്ച് മാത്രമായിട്ട് മാറ്റാം എന്നതാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ മുൻപ് ചെയ്തിരുന്നത് ഇതിൻ്റെ മൊത്തം കവറിങ്ങും ഒക്കെ അഴിച്ചതിന് ശേഷം സ്വിച്ച് മാറ്റുന്ന രീതിയാണ്. ഇപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറിങ് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് കവർ ജസ്റ്റ് ഞാൻ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്തു. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ടെസ്റ്റർ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മേലേക്കൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി ഒന്ന് മേലോട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ലോക്ക് ഊരിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് എടുക്കുക സ്വിച്ച്. ഇതായി സ്വിച്ച് മാത്രം നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സോൾഡറിങ് അയൺ വെച്ച് ഇതൊന്ന് ഡീസോൾഡർ ചെയ്തിട്ട് അടുത്ത സ്വിച്ച് ജസ്റ്റ് ഇതിന് പിടിപ്പിക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ മേലെയുള്ള ആ ചെറിയൊരു സ്ലീവ് പോലുള്ള റബ്ബർ സ്ലീവ് ജസ്റ്റ് അതിൻ്റെ ഇത് കളഞ്ഞു, കണക്ഷൻ്റെ ലീഡിൻ്റെ ഇത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡീസോൾഡർ ചെയ്യാം. സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡീസോൾഡർ ചെയ്യാം. സോൾഡറിങ് അയണിൻ്റെ ജസ്റ്റ് നമുക്ക് സോൾഡറിങ് വയർ ഉപയോഗിച്ച് ജസ്റ്റ് ഇത് മെൽറ്റ് ആകുന്നത് നോക്കാം. ഇതാ നന്നായിട്ട് തന്നെ മെൽറ്റ് ആകുന്നത്, നല്ല ഹീറ്റായി. ഇനി നമുക്ക് ഈ സോൾഡറിങ് അയൺ ഉപയോഗിക്കാവുന്നതാണ്. ഇതാ ഈ നമ്മുടെ സ്വിച്ചിൻ്റെ ലെഗിന് ഞാൻ ജസ്റ്റ് സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സോൾഡർ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് ഇതോടൊപ്പം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ആദ്യം ഇത് രണ്ടും ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതായത് പഴയ സ്വിച്ച് മാറ്റി പുതിയ സ്വിച്ച് ഞാൻ അതേ സ്ഥലത്ത്, സെയിം സ്ഥലത്ത് ഞാൻ പിടിപ്പിച്ചു. ഇതിൻ്റെ ഉള്ളിലെ കണക്ഷനുകളോ അതേപോലെ തന്നെ നമ്മുടെ മുഴുവനായിട്ടുള്ള സെറ്റോ അഴിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതേ സ്ഥലത്ത് സെയിം സൈസിലുള്ള സ്വിച്ച് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ഓഫ് ചെയ്ത് നോക്കാം. ഇതാ വർക്കിംഗ് ആണ്, കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. ഓഫ് ചെയ്ത് നോക്കാം. ഓഫായിട്ടുണ്ട്. വീണ്ടും ഓൺ ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ചുകൾക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക്
ഇത് ശരിയാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ മറ്റ് യാതൊരു തരത്തിലുള്ള നമ്മുടെ സാറ്റലൈറ്റ് മീറ്റർ റിമൂവ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഈ മീറ്ററിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അൺബോക്സിങ്ങും അതേപോലെ തന്നെ ഇതിലെ ഓരോ ഫീച്ചേഴ്സും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.